പിണറായി വിജയൻ കേരളത്തിലെ ഏറ്റവും പ്രബലനായ നേതാവാണ്. ഇപ്പോൾ എണ്ണിയാൽ ഏറ്റവും പ്രബലനായ നേതാവ് അദ്ദേഹമാണ്. എല്ലാ കാലത്തും പല വിമർശനം ഉള്ളപ്പോഴും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് അദ്ദേഹം പോന്നിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളിൽ നിന്നാണ് ഇവിടെ പിന്നോട്ട് പോയിട്ടില്ലാത്ത കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ വിളിക്കാവുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ടവറിങ് ഫിഗർ ആരെന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണ്. ഇപ്പോഴും ആൾക്കാർ ആ നിലയ്ക്ക് അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ടല്ലോ. പക്ഷേ ആ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും ഗതികെട്ട കാഴ്ച എന്നറിയാമോ? ഈ നടക്കുന്ന പച്ചയായ വർഗീയതയോട് അദ്ദേഹത്തിന് സാഷ്ടാംഗം പ്രണവിച്ച് നിൽക്കേണ്ടി വരിക. ഒരു നേതാവിന് ഒരിക്കലും അങ്ങനെ ദുര്യോഗം ഉണ്ടാകാൻ പാടില്ല. കാരണം പിണറായി വിജയന് ഒട്ടുമേ പാടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ശരിയല്ലാതെ മറ്റൊന്നിനെയും അദ്ദേഹം അംഗീകരിച്ച പാരമ്പര്യം അതൊന്നുമില്ല. തള്ളിപ്പറയേണ്ട ഏതൊന്നിനെയും തള്ളിപ്പറയും. അത് സമുദായങ്ങളെ ആയാലും സമുദായ സംഘടനകളെ ആയാലും വിശ്വാസത്തെ ആയാലും രാഷ്ട്രീയ വിരോധികളെ ആയാലും ഒരു 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 വൈകാരികമായ സന്ദർഭത്തിലും തന്നെ നിലപാട് പറയാൻ മടി കാണിച്ചിട്ടില്ലാത്തതാണ് അദ്ദേഹം. നമുക്കറിയാലോ അതിൻ്റെ ചരിത്രം, ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ പിണറായി വിജയൻ രാഷ്ട്രീയ സ്ഥൈര്യമുള്ള ഒരു നേതാവ് നിലയ്ക്ക് അടയാളപ്പെടുത്തി പോകുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സായന്തന കാലത്ത് ഒരു കേരളത്തിലെ പ്രമുഖനായ ഒരു സമുദായ നേതാവ് ഇറങ്ങി നിന്ന് കേരളത്തിൻ്റെ ആകെ അടിത്തറ മാന്തുന്ന വർഗീയത പറയുമ്പോൾ അത് വർഗീയതയാണ് കേട്ടോ, ഇത് ചെയ്യരുത് കേട്ടോ, നിങ്ങൾ ഈ ചെയ്യുന്നത് കേരളത്തിലെ വരും തലമുറകളോടുള്ള മഹാപാപമാണ് കേട്ടോ എന്ന് പറയാൻ കഴിയാത്ത വിധം മൗനിയായി നിൽക്കേണ്ടി വരുന്നു എന്നതാണ്. ഞാൻ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞത്. പിണറായി വിജയനാണല്ലോ പാർട്ടി. ആ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും ഏറ്റവും വലിയ ഗതികേട്, ഏറ്റവും വലിയ ദുർബലത, ഏറ്റവും വലിയ തളർച്ച എന്ന് പറയുന്നത് അതിനോട് ശബ്ദിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് വേറെ ഏതൊക്കെ രാഷ്ട്രീയ ദൗത്യം നിങ്ങൾ നിർവഹിച്ചു എന്ന് നിങ്ങൾ അഭിമാനം കൊള്ളുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ പോയിന്റിൽ നശിപ്പിക്കുകയാണ്. ഇപ്പോൾ നശിപ്പിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ഇതുണ്ടാക്കാൻ പോകുന്ന ഡാമേജ് എന്താണെന്ന് അവർക്ക് അറിയാത്തതല്ല. അവരിപ്പോൾ അതിനെ കാണുന്നത് ഇന്ത്യയിൽ ആകമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, ഭരണമില്ലാതാവുന്നു. ഇവിടെയും അവസാനത്തെ ഭരണമാണ്, അത് തുടരണം, തുടരുന്നതിന് എന്തെങ്കിലും ചെയ്തിട്ടായാലും തുടരണം. പക്ഷേ എത്ര കാലം തുടരണം? കേരളം ഇതുപോലെ തുടരണം. കേരളം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഒരു മതനിരപേക്ഷ ബദലാണ് ഈ നാട്. ഈ നാടിൻ്റെ മതനിരപേക്ഷത എന്നൊക്കെ പറയുന്ന മനുഷ്യർക്ക് കുറച്ചുകൂടെ ആഴത്തിൽ കാര്യങ്ങളെ കാണാൻ കഴിയേണ്ടതാണ്. അവരത് കാണുന്നില്ലെന്ന് പറഞ്ഞില്ല. നൈമിഷികമായ താല്പര്യങ്ങളാണ് അവരെ നയിക്കുന്നത്. അതുകൊണ്ട് നമ്മളിത് ആവർത്തിച്ച് പറയുന്നതിനൊരു മടുപ്പുണ്ട്. എങ്കിലും പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിടുക്കാണ് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ ഒരു പരാജയമാണ്, നിങ്ങളുടെ തോൽവിയാണ് നിങ്ങൾ ഈ ആവർത്തിച്ച് പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഇതിന് പുറത്തുള്ള മനുഷ്യന്മാർക്ക് ഈ നാടിനെ രക്ഷപ്പെടുത്താനും നിലനിർത്താനും പിടിച്ചു നിർത്താനും കഴിയുമെങ്കിൽ അവർ ചെയ്യട്ടെ. ഞാൻ പറയുക, ഇവരിലുള്ള ഹോപ്പ് ആ നിലയ്ക്ക് പോയി.